ഏട്ടാ, ആ നീ ഇതുവരെ എവിടെയായിരുന്നു? അമ്പലത്തിൽ പോയിട്ട് സമയം എത്രയായി? അതെ, ഏട്ടന് വേണ്ടി പ്രാർത്ഥിച്ചോണ്ട് നിന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ല. ഇന്നെന്തായിരുന്നു പ്രത്യേകിച്ചൊരു പ്രാർത്ഥന? ഇപ്പൊ ഏട്ടന് പൂർണ്ണമായും ആരോഗ്യം തിരിച്ചു കിട്ടിയില്ലേ? അതിന് ഞാൻ ഈശ്വരന്മാരോട് നന്ദി പറയാൻ പോയതാ. പിന്നെ ദൈവത്തിനോട് എനിക്ക് ചില അല്ലറ ചില്ലറ കാര്യങ്ങളും കൂടി പറയാനുണ്ടായിരുന്നു. അല്ലറ ചില്ലറ കാര്യങ്ങളോ? അതെന്താടോ? നമ്മുടെ വീട്ടിലെന്നും എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചു. അതുമാത്രമല്ല, ഉടനെ ഏട്ടനൊരു നല്ല സിനിമ കിട്ടാൻ വേണ്ടി വഴിപാട് നടത്തി. അത് നന്നായി. സ്വന്തം തൊഴിൽ നന്നാവണമെങ്കിൽ അധ്വാനം മാത്രം പോരാ, ദൈവാധീനം കൂടി വേണം. എന്തായാലും തന്നെപ്പോലെ ഒരാളെ ഭാര്യയായിട്ട് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. എല്ലാം വേണ്ട സമയത്ത് കണ്ടറിഞ്ഞ് ചെയ്യുന്നതാ ഒരു നല്ല ഭാര്യയുടെ ലക്ഷണം. അപ്പൊ ഞാനൊരു നല്ല ഭാര്യയാണെന്ന് ഏട്ടൻ സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാതെ? ഈ ഒരു വാക്ക് കേൾക്കാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു എന്നറിയോ? എന്റെ കാത്തിരിപ്പിന് ഫലം ഉണ്ടായി. എന്റെ ഏട്ടന്റെ ആയുസ്സും ആരോഗ്യവും എന്നും നല്ലതുപോലെ ഇരിക്കണം. അത് മാത്രം എന്റെ പ്രാർത്ഥന. ആ പിന്നെ ഏട്ടൻ വല്ലതും കഴിച്ചോ? ഞാൻ കഴിച്ചു. താൻ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ. രാവിലെ ഒന്നും കഴിക്കാതെ പോയതല്ലേ? അത് ശരി. അപ്പൊ നിനക്ക് അനുസരിക്കാനൊക്കെ അറിയാം. ഇപ്പൊ മനസ്സിലായില്ലേ നീ ആരാണെന്നും നിനക്കുള്ള വില എന്താണെന്നും? മനസ്സിലായി, നല്ലതുപോലെ മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഞാൻ തിരിച്ചു വരാൻ തീരുമാനിച്ചത്. എടി, പെമ്പിള്ളാരായ അടങ്ങി ഒതുങ്ങി നിൽക്കണം. ഇത്രയ്ക്ക് നെകളിപ്പ് പാടില്ല. സ്വന്തം നിലമറന്ന തുള്ളിയ അനുഭവം ഇതായിരിക്കും. നേരെ നോക്കടി. ഒരു കാമുകൻ. അവൻ ഓടിയ വഴിക്ക് പുല്ല് കിളിർക്കാൻ ഇനി കൊല്ലങ്ങളെടുക്കും. കണ്ടില്ലേ നീ അവന്റെ ആത്മാർത്ഥത? അവനെ നീ കൊടുക്കുന്ന പണം വേണം, പക്ഷെ നിന്നെ പോറ്റാൻ വയ്യ. ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. പക്ഷെ സ്വാതിയെ മണ്ടിയാക്കിയിട്ട് ഇവിടെ ജീവിക്കാന്ന് നീ കരുതരുത്. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഈ വീട്ടിന്റെ ചിട്ടയ്ക്കനുസരിച്ച് ജീവിക്കാം. ഈ വീട്ടിന്റെ ചിട്ടയെന്ന് പറഞ്ഞാ അത് നിങ്ങളുടെ ചിട്ടയല്ലേ? ആ ചിട്ടയ്ക്കനുസരിച്ച് നിങ്ങൾ ജീവിച്ചാ മതി. ഞാൻ എന്റെ ചിട്ടയ്ക്കനുസരിച്ച് ജീവിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ വീടിന്റെ ചിട്ടകള് എന്റെ രീതിക്കനുസരിച്ച് മാറ്റിക്കോ. വാലും ചുറ്റി തിരിച്ച് നാണം കെട്ടി വന്നാണെന്ന് വിചാരിച്ചോ? മച്ചു പൊളിച്ച് ഇറങ്ങി വന്നവളല്ല ഞാൻ. താലി കെട്ടി വലത് കാല് വെച്ച് കേറി വന്നവളാ. അത് നിങ്ങൾ വിചാരിക്കുന്ന അത്ര വേഗം വലിച്ചു പൊട്ടിച്ചെറിയാൻ കഴിയോ? ദുർവിധി ചിലർക്ക് ശാപമാ. ആ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. പ്രയോജനമില്ലാത്ത കാര്യത്തിന് ഞാൻ മെനക്കെടാവുന്ന എനിക്ക് നേർച്ചയുമില്ല. നീയായി നിന്റെ പാടായി. സ്വാതി എന്തായാലും ഇന്നത്തെ കാര്യം ഗിരിയോട് പറയാതിരിക്കില്ല. കുഴപ്പാവോ ഗൗരീച്ചി? അവള് പറഞ്ഞ് ഗിരിയതറിഞ്ഞ സംഗതി കുഴപ്പമാവും. പക്ഷേ അതിനു മുമ്പ് നീ പറഞ്ഞ് ഗിരിയതറിയണം. നിന്നെ നിർബന്ധിച്ച് സ്വാതിയുടെ കൂടെ വിട്ടത് ഗിരി തന്നെയല്ലേ? അതെ. അപ്പൊ പിന്നെ നിനക്ക് ധൈര്യമായിട്ട് പറയാം. പക്ഷെ എന്ത് പറയണമെന്നും എങ്ങനെ പറയണമെന്നും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം.
ഓസ്കാർ കിട്ടുന്നത് നിനക്കല്ലടി, എനിക്കാ. നല്ല നടി ഞാൻ തന്നെയാടി മോളെ. ഏടത്തിന്ന് വെച്ചാ എനിക്ക് എന്റെ അമ്മയ്ക്ക് തുല്യം തന്നെയാ. നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ട് തന്നെയായിരിക്കും ഏടത്തി അങ്ങനെ പറഞ്ഞതും പ്രവർത്തിച്ചതും. നീ ഇപ്പൊ പറഞ്ഞത് ഉള്ളതാണോ കള്ളമാണെന്ന് പോലും എനിക്ക് ഏടത്തിയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അവരെ അത്രയ്ക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് ഏടത്തി പറഞ്ഞത് എന്റെ അഭിപ്രായമാണെന്ന് തന്നെ കരുതിയാൽ മതി. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായാ ഏട്ടത്തി ആയിരിക്കില്ല ഈ താലിമല തിരികെ വാങ്ങിക്കുക, ഞാനായിരിക്കും. അതെ, ഈ വീടിന്റെ അധികാരി ഇപ്പൊ ഏട്ടത്തിയാ. അവര് പറയുന്നതനുസരിച്ച് ജീവിക്കാമെങ്കിൽ മാത്രം നീ ഇവിടെ ജീവിച്ചാ മതി. മനസ്സിലായോ? ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൽ നിന്ന് ഒരു സ്ത്രീ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് ജനുവങ്കിള് ഫോണിൽ കൂടെ പറഞ്ഞപ്പോ ഞങ്ങള് കരുതി ഇനി വേറെ വല്ല കല്യാണവും കഴിച്ചു എന്ന്. ആണോ? വേണമെങ്കിൽ നമുക്കതും ആലോചിക്കാം. വല്യച്ഛൻ തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും അതൊരു നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. ഞങ്ങള് മക്കൾക്കൊക്കെ വല്യച്ഛന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്നതിനൊക്കെ ചില പരിമിതികളുണ്ടല്ലോ. ഇതാവുമ്പോ വല്യച്ഛൻ ഒരു കൂട്ടാവുകയും ചെയ്യും. എന്നാ പിന്നെ നമുക്കൊരു സെക്കൻഡ് മാരേജ് ആലോചിച്ചാലോ അച്ഛാ? എടാ, ഒരു ഭർത്താവിന്റെ ഏറ്റവും വലിയ കൂട്ട് അയാളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭാര്യ തന്നെയാ. ഭാര്യ ജീവിച്ചിരിക്കെ തന്നെ മരിക്കുന്ന ഭർത്താക്കന്മാരാ ജീവിതത്തിൽ ഭാഗ്യം ചെയ്ത പുരുഷന്മാർ. പക്ഷെ എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. പണ്ടൊരിക്കൽ തമാശയ്ക്ക് സംസാരിക്കുമ്പോഴെപ്പോഴോ അവളൊരു കാര്യം പറഞ്ഞിരുന്നു. അവളാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ ഗംഗയിൽ മുങ്ങി അവളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതിനുവേണ്ടിയായിരുന്നു യാത്ര. അവക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. എല്ലാരും എന്തെങ്കിലും മിഴിച്ചു നിൽക്കുന്നേ? മോളെ, ഭക്ഷണം എടുത്തു വെക്ക്. നല്ല വിശപ്പുണ്ട് എനിക്ക്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. വാ വാടാ. ഇതുപോലെയുള്ള ഭർത്താക്കന്മാരെ കിട്ടുന്ന സ്ത്രീകളാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതികൾ. കണ്ടില്ലേ, അമ്മയോടുള്ള സ്നേഹം അച്ഛന്റെ ഉള്ളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഏട്ടന്റെ അമ്മ ചെയ്തതുപോലെ ഞാൻ ചെയ്യില്ല കേട്ടോ. എന്ത്? ഏട്ടനെ ഒറ്റയ്ക്കാക്കി ഞാൻ പോവില്ല. അവസാന ശ്വാസം വരെ ഞാൻ കൂടെ ഉണ്ടാവും. എനിക്ക് വേണ്ടത് അവളെയാണ്, ആ സ്വാതി. അവളെ ഞാൻ ഇല്ലാതാക്കും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, രക്ഷിച്ചു പിടിക്കാൻ ശ്രമിക്കേണ്ട അവളെ. ശ്രമിച്ചാൽ പിന്നെ ഞാൻ മേലും കീഴും നോക്കില്ല. ഇന്നെന്റെ ശത്രുപക്ഷത്ത് അവൾ മാത്രമേ ഉള്ളൂ. വെറുതെ അവളെ സംരക്ഷിക്കാൻ നോക്കി നിങ്ങളടക്കം കുടുംബം മുഴുവൻ ബലിയാടുകളാവരുത്. മുറിവേറ്റ പെണ്ണാ ഞാൻ. മൂർഖൻ പാമ്പിനേക്കാൾ വിഷമുണ്ടാവും അതിന്. ഓർത്തോ? ഹലോ ഹലോ. അച്ഛാ, ആരായിരുന്നു അച്ഛാ ഫോണില്? അത് എന്റെ ഒരു സുഹൃത്താ. വേദ എന്ന് മുതലാ അച്ഛന്റെ സുഹൃത്തായത്? അവൾ എന്താ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നീ അത് എന്താന്ന് വെച്ചാ പണി നോക്കുമോളെ. പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ അച്ഛൻ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അത് മോളെ, വേദയാണ് വിളിച്ചതെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഭീഷണിയായിരിക്കും. എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞു. അവളുടെ ശബ്ദം കേട്ടിട്ട് അതൊരു പാഴ്വാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇവൾ ആരെ കാണുന്ന കാര്യം പറഞ്ഞത്? ഇതിലെന്തോ ഒരു ഗൂഢാലോചന ഉണ്ട്. ഇനി വേദ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായിരിക്കോ? അതിനവള് ജയിലല്ലേ? കാശ് കൊടുത്താ നമ്മുടെ ജയിലിൽ എന്താ നടക്കാത്തത്? ഫോണൊന്നല്ല, വയർലെസ് എന്ന് വേണമെങ്കിലും വിളിക്കും. എന്താണ് രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? ഓ, വന്ന് നാശം പിടിക്കാൻ. ഈ വീട്ടിൽ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് ആലോചിക്കുകയാണോ?
ഞങ്ങളായിട്ട് ഈ വീട്ടിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. നീ കാരണമാണല്ലോ ഇവിടെ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. വേദയാണോ ഇപ്പൊ വിളിച്ചത്? ആ അതെ, അവള് തന്നെയാ വിളിച്ചത്. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവള് ജയിലിൽ നിന്ന് പരോളിന് ഇറങ്ങുന്നത് തന്നെ നിങ്ങളോട് പകരം വീട്ടാൻ വേണ്ടിട്ടാ. നിങ്ങളല്ലേ അവളെ ജയിലിലാക്കിയത്. അതിന്റെ വൈരാഗ്യം അവള് തീർക്കാതിരിക്കില്ല. നീയൊക്കെ എന്താ കരുതിയത്? അവള് വരുന്നെന്ന് കേട്ടാ ഈ സ്വാതി ഭയന്ന് പോകുന്നോ? അതെ, കുഞ്ഞു പാവാടയിട്ട് പ്ലേ സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടിയല്ല ഞാൻ. അവളെ പോലൊരു 2-3 എണ്ണത്തിന് അടിച്ച് താഴെ ഇടാനുള്ള തണ്ടും തടിയും കൈക്കരുത്തും ഒക്കെ എനിക്കുണ്ട്. അറിയാലോ അത്. അത് ശരി. ഇതാ ഇപ്പൊ നല്ല കൂത്ത്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തല്ലുക. വേറെ സ്വാതിയടുത്തിയോട് പകരം വീട്ടാൻ വരുന്നതിന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന എന്തിനാ? അല്ലെങ്കിലും കൈക്കരുത്ത് മാത്രല്ല, നാക്കിന്റെ നീളവും നിങ്ങക്ക് വളരെ കൂടുതലാണല്ലോ. നന്ദിനി, നിലമറന്ന് നീ ഇനിയും സംസാരിക്കരുത്. ഇപ്പോഴീ വീട്ടിൽ എന്റെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിന്ന് സംസാരിക്കാനുള്ള അവസരം നിനക്കുണ്ടാക്കി തന്നത് ഞാനാ. ഒരർത്ഥത്തിൽ പറഞ്ഞ എന്റെ ദയയാ ഇപ്പൊ നിനക്ക് കിട്ടിയ ഈ ജീവിതം. ഇനിയെങ്കിലും മര്യാദയോടെ അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ ജീവിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് മറന്നു പോരുത്. എന്നാര് പറഞ്ഞു? ഇവൾക്ക് ഈ വീട്ടിൽ കയറി വരാൻ നിന്റെ അനുവാദം എന്തിനാ? ഇവൾക്കുള്ള അത്ര അധികാരം മാത്രമേ ഈ വീട്ടിൽ നിനക്കുള്ളൂ. അതിനപ്പുറം എന്തെങ്കിലും അധികാരം ഉണ്ടെന്ന് നീ അഹങ്കരിക്കുന്നുണ്ടെങ്കിലേ അത് വെറുതെയാ. ഞങ്ങളെ അതൊരിക്കലും അംഗീകരിച്ചു തരില്ല. ഈ വീട്ടിലെ 2 മരുമക്കൾ, അത്ര അവകാശമേ നിങ്ങൾ 2 ആൾക്കുള്ളൂ. അതിൽ നിന്റെ അതേ അളവിലുള്ള അധികാരമേ ദേ ഇവൾക്കുണ്ട്. അല്ലാതെ ഇവള് നിന്റെ അടിമയൊന്നുമല്ല. അല്ലെങ്കിലും ആരുടെ അടിമയെ ജീവിക്കാൻ എന്നെ കിട്ടില്ല. അടിമയായിട്ടൊന്നും ജീവിക്കണ്ട, പക്ഷേ അഭിമാനത്തോടെ ജീവിക്കണം. പഴയ ബന്ധങ്ങളുടെ കണക്ക് നിരത്തി പണം വാങ്ങാൻ ഇനി ആരും ഈ മുറ്റത്ത് കയറി വരരുത്. മനസ്സിലായോ? എന്താ ഇവിടെ? എന്തിനാ ഏട്ടത്തിയോട് ദേഷ്യപ്പെടുന്നേ? എന്താ നന്ദിനി, ഇനി ഏട്ടത്തിയോട് വഴക്കിടാനാണോ നിന്റെ ഭാവം? വേദ പരോളിലിറങ്ങുന്നത് എന്നെ കൊല്ലാനായിരിക്കുന്ന ഇവര് പറയുന്നത്. ഈ പൊട്ടികൾ പറയുന്നതിനൊന്നും ഏട്ടത്തി കാതു കൊടുക്കാൻ നിൽക്കണ്ട. എന്റെയും ഏട്ടന്റെ ജീവൻ നിലനിൽക്കുന്ന കാലം വരെ ഏട്ടത്തി ഒന്ന് തൊടാൻ പോലും വേദയ്ക്ക് കഴിയില്ല. നന്ദിനി, ഇവൾക്കോ ബുദ്ധിയില്ല. നീ ഇവളുടെ കൂടെ കൂടി ഏട്ടത്തെ കുറ്റം പറയാൻ നിൽക്കല്ലേ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എങ്ങനെ സഹിക്കും? ഏട്ടത്തെയാണല്ലോ നിങ്ങളുടെ എല്ലാം. എന്റെ കഴുത്തുനിന്ന് ഇവര് താലിമാല പൊട്ടിച്ചെടുത്താലും നിങ്ങൾ കേട്ടത്തെ ഒന്നും പറയാൻ തോന്നില്ല. അത്രക്കല്ലേ മയക്കി വെച്ചിരിക്കുന്നത് ഒരേട്ടത്തി. ഇതിന് നിന്നോട് മറുപടി പറയേണ്ടത് വാക്കുകൊണ്ടല്ല, കൈകൊണ്ടാ. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. ഈ വീടിന്റെ സമാധാനം കളയാൻ തുനിഞ്ഞിറങ്ങല്ലേ നന്ദിനി? ഏട്ടത്തി, ഇവളുടെ വാക്കിന് ചെവി കൊടുത്ത് ഏട്ടത്തി വെറുതെ ചെറുതാവാൻ നിൽക്കണ്ട. ഏട്ടത്തി ഒന്ന് ഭക്ഷണം വിളമ്പേ, എനിക്ക് വെച്ചേക്കുന്നു. വേടത്തി. ഏട്ടത്തി എനിക്ക് വിശക്കുന്നൂന്ന്. നാണില്ലല്ലേ ഈ ഗിരിയേട്ടന്? എനിക്കിതൊക്കെ കണ്ടിട്ട് കലി കയറുന്നു. ഭാര്യയായ ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ ഏട്ടത്തെ വിളിച്ചു പോയിരിക്കുന്നു. എനിക്ക് തോന്നേ ഇത് ഏതാണ്ട് കൈവശം കൊടുത്ത് മയക്കി വെച്ചിരിക്കുന്നതാന്നാ. ഇങ്ങനെ പോയ നിന്റെ കാര്യം പോക്കാം മോളെ. ഗിരി, എന്തു പറ്റി? എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? ഏടത്തി പോകുമ്പോഴേ ആ ലൈറ്റും കൂടി നനച്ചേക്കണേ. ലൈറ്റ് കിടന്നാ എനിക്ക് ഉറക്കം വരില്ല. ഗിരി, നീ എണീറ്റേ. എണീക്കേ. എന്റെ ഏടത്തി, ഇവിടെയെങ്കിലും ഞാനൊന്ന് സമാധാനത്തോടെ കിടന്നോട്ടെ. നീ കാര്യം പറ ഗിരി. നന്ദിനിയുടെ കൂടെ മുറി കിടന്ന എന്താ കുഴപ്പം? അത് ആ മുറി നിറയെ കൊതുകിന്റെ ശല്യമാ. മുറിയിൽ കൊതുകോ? ഈ വീട്ടില് മറ്റൊരു മുറിയിലും ഇല്ലാത്ത കൊതുക് എങ്ങനെ നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നു?
സത്യം പറ ഗിരി, നീയും നന്ദിനിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ നിന്നിറങ്ങി ഇവിടെ വന്ന് കിടന്നുറങ്ങാൻ വേണ്ടി എന്താ സംഭവിച്ചത്? പറയടാ, എന്താ ഉണ്ടായത്? ഇനി എന്തുണ്ടാവാൻ? ഒരിക്കൽ വേദിയിലൂടെ സംഭവിച്ചത് തന്നെ മറ്റൊരു രൂപത്തിൽ ഇപ്പൊ നന്ദിനിയിലൂടെ ആവർത്തിക്കുന്നു. ആള് മാറിയെന്നേ ഉള്ളൂ, ജീവിതം പിന്നെയും പഴയതുപോലെ ആവുന്നു. നീ എന്തൊക്കെയാ ഗിരി പറയുന്നേ? നന്ദിനിയും ഗൗരിയും ചേർന്ന് കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങളൊക്കെ ചെറുപ്പത്തിന്റെ പക്വതയില്ലായ്മയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്താ മോളെ, എന്താ പ്രശ്നം? നോക്കച്ചാ, നന്ദിനിയോട് പിണങ്ങി ഗിരി ഇവിടെ വന്ന് ഉറങ്ങാൻ കിടന്നു. എന്തെങ്കിലും വഴക്കുണ്ടായെന്ന് കരുതി ഇവനിങ്ങനെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയേണ്ട വല്ല കാര്യമുണ്ടോ? എന്താടാ ഇതൊക്കെ? പ്രശ്നങ്ങൾ എന്തായാലും അതൊക്കെ നിങ്ങളുടെ ബെഡ്റൂമിൽ തന്നെ പറഞ്ഞു തീർക്കുന്നില്ലേ നല്ലത്? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടായതല്ല വലിച്ച. ദൈവത്തെ പോലെ നമ്മൾ മനസ്സിൽ കരുതുന്ന ഒരാളെ കുറിച്ച് മോശമായിട്ട് അവൾ പറയുന്ന കേട്ടിട്ട് ആ മുറിയിൽ അവളോടൊപ്പം കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാ അല്പം സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് കിടന്നത്. നീ കാര്യം പറ ഗിരി, അവൾ എന്താ പറഞ്ഞത്? അത് ഏട്ടത്തിയെ എന്നെയും ചേർത്ത് അവൾ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു. സംശയരോഗിയായ ഭാര്യ ഒരു പുരുഷന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം. വിശ്രമമില്ലാതെ കഷ്ടപ്പെട്ടിട്ട് രാത്രി തളർന്നുറങ്ങാൻ വരുമ്പോ അവന് വേണ്ടത് ഇത്തിരി സമാധാനമാ. അത് നൽകാൻ സന്മനസ്സുള്ള ഒരു ഭാര്യയെ കിട്ടാൻ പുണ്യം ചെയ്യണം. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ. ഇന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഒരു തമാശയായിട്ടും കണ്ടാൽ മതി. എല്ലാം ഞാൻ തമാശയായിട്ട് കാണാം, പറഞ്ഞതൊക്കെയും സഹിക്കുകയും ചെയ്യാം. പക്ഷെ ഏട്ടത്തിയെ മോശപ്പെടുത്തി പറഞ്ഞത് എനിക്ക് സഹിക്കാനാവില്ല. അതിനി ആരായാലും. ഏട്ടത്തി അവര് വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ ഞാൻ വീഴാതെ താങ്ങിയതാ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായി അവൾ കുത്തിപ്പൊക്കിയത്. ഗിരി, അതൊന്നും നീ ഗൗരവമായിട്ട് എടുക്കണ്ട. അവളുടെ വിവരമില്ലായ്മ അത്രയും കരുതിയാ മതി. പിന്നെ അവളുടെ സംശയം, അത് ഞാൻ ഇപ്പൊ തന്നെ മാറ്റിത്തരാം. നീ വന്നേ. വേണ്ട ഏട്ടത്തി, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം. എത്ര ദിവസം? ഒരു ദിവസം നീ ഇവിടെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചാ പിന്നെ ജീവിതം മുഴുവൻ നിനക്ക് ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. സ്വാതി പറയുന്നത് ശരിയാ ഗിരി. തോറ്റു കൊടുക്കാൻ തീരുമാനിച്ച പിന്നെ നമുക്ക് തോൽവേ ഉണ്ടാവുള്ളൂ. അതിനിപ്പോ എന്തിന്റെ പേരിലായാലും. എന്താ അനിയനെ ഇറക്കി വിട്ടത് ചോദിക്കാൻ വന്നതാണോ? എന്നാ കേട്ടോ, ഞാൻ എങ്ങും ആരെ ഇറക്കി വിട്ടില്ല. തന്നെ താൻ വാരി കെട്ടിക്കൊണ്ടു പോയതാ. എന്തിനാ ഇവനിവിടുന്ന് ഇറങ്ങിപ്പോയത്? എന്തായിരുന്നു കാരണം? ഭാര്യയും ഭർത്താവും ആവുമ്പോ അങ്ങനെ പല കാര്യങ്ങളും കാണും. അതൊന്നും എല്ലാവരോടും പറയാനൊന്നും പറ്റത്തില്ല. ഭാര്യയുടെയും ഭർത്താവിന്റെയും പ്രൈവസി എന്താണെന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അതിന്റെ ഇടയിലേക്ക് എന്നെ വലിച്ചിട്ടത് എന്തിനാണെന്നാ എനിക്കറിയേണ്ടത്. സ്വാതി അടുത്ത് എന്താ എന്നെ ചോദ്യം ചെയ്യാൻ വന്നാണോ? ആണെങ്കിലോ? ആരുടെയും ചോദ്യത്തിനൊന്നും ഉത്തരം പറയാനും ഏത്തുവിടാനൊന്നും എന്നെ കിട്ടില്ല. നിങ്ങൾക്കുള്ള അതേ സ്ഥാനം തന്നെ എനിക്ക് ഈ വീട്ടിലുണ്ട്. അത് സ്വാതി അടുത്ത് മറക്കരുത്. കേട്ടില്ലേ എടുത്ത് ഇവിടെ അഹങ്കാരം? അന്നേരം ഈ മുറിയിൽ നിന്നാ ഇവിടെ ഞാൻ ചവിട്ടി കൂട്ടും തോന്നിയത് കൊണ്ടാ ഇവിടെ ഇറങ്ങിപ്പോയത്. പിന്നെ എന്തിനാ എണീറ്റ് പോകുന്നത്? ആരെങ്കിലും വന്ന് ഗിരിയേട്ടനെ വിളിച്ചോ? ഇല്ലല്ലോ. അങ്ങനെ വഴക്കിട്ട് മുറിന്ന് ഇറങ്ങി പോകുമ്പോ പിന്നാലെ വന്ന് അയ്യോ എന്റെ കൂടെ കിടക്കാൻ വായോ എന്ന് പറഞ്ഞ് നിലവിളിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. കണ്ണീര് തുടയ്ക്കാനും സമാധാനിപ്പിക്കാനും പിന്നെ വേണമെങ്കിൽ ഭാര്യയുടെ കുറവ് നികത്താനും ആൾക്കാരിവിടെ ഉണ്ടല്ലോ. നിങ്ങളത് ചെയ്യിച്ചത് സ്വന്തം ഭാര്യ വേറെടുത്തിക്കൊണ്ട് തല്ലിക്കാൻ നാണമില്ലേ ഗിരിയേട്ടന്? ഇതേ നീ ഏരെന്ന് വാങ്ങിയതാ. എന്താടി നീ പറഞ്ഞത്? ഞാൻ ഇവന്റെ ആരാ നിനക്കറിയോ? ഇപ്പൊ നീ പറഞ്ഞ വാചകം ഇനി ഒരിക്കൽ കൂടി എന്റെ മുഖത്ത് നോക്കി പറയാവോടി നിനക്ക്? പറയും, ഞാൻ ഇനിയും പറയും. ഒരെണ്ണം കൂടി കൊടുക്കെടുത്തി. അവൾക്കേ ആദ്യം കിട്ടിയത് മതിയായില്ല. പറയടി, ഒരിക്കൽ കൂടി പറയടി.
പറയാൻ. ഇനിയും എന്റെ മുഖത്ത് നോക്കി അത് പറയാനുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ അത് കേട്ടിട്ട് സ്വാതി ഈ മുറി വിട്ട് പോവും. എന്താടി പറയുന്നില്ലേ? ഇനി അങ്ങനെ ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ നിന്റെ വൃത്തികെട്ട നാവ് ഞാൻ അരിയും. നീ എന്താടി വിചാരിച്ചത്? നീ പറഞ്ഞ തരത്തിലുള്ള പെണ്ണുങ്ങൾ കാണും, അതെ നിന്റെ വീട്ടില്. അത് കണ്ട് വളർന്ന നിനക്ക് ആ വീട്ടിലെ സംസ്കാരം മാത്രമേ അറിയൂ. സത്യടുത്തി, സ്വന്തം കുടുംബത്തിനകത്ത് നടക്കുന്നതല്ലേ പറയാൻ അറിയൂ. ഗിരേട്ടാ, എന്റെ കുടുംബക്കാരെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യും? ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിന്റെ ബാക്കി എന്റെ കയ്യിൽ നിന്ന് കൂടി വേണോ? തരാം, ഇപ്പൊ തന്നെ തരാം. ഇരി, മതി. നന്ദിനി, ഏതവസ്ഥയിൽ നിന്നാ നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നെന്ന് നീ മറക്കരുത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ സ്വപ്നം കാണാൻ പോലും പറ്റാത്തതെല്ലാം നിനക്ക് കിട്ടി. അതിനെന്നോട് നന്ദി കാണിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിന്ദിക്കരുത്, അധിക്ഷേപിക്കരുത്. അത് ഞാൻ ക്ഷമിക്കില്ല. നീ വളർന്ന വീടും ചുറ്റുപാടും മാത്രമല്ല, നിന്റെ ഭൂതകാലം എന്തായിരുന്നുവെന്നും നല്ലതുപോലെ മനസ്സിലാക്കിയവളാ ഞാൻ. എടി, ഏട്ടത്തിയമ്മ എന്ന വാക്ക് വെറുതെ ഒരു അലങ്കാരത്തിന് പറയുന്നതല്ല. അറിയൂ നിനക്ക്? എവിടെ? സ്വന്തം അമ്മയെ അറിയില്ല, പിന്നെയാ ഏട്ടത്തിയെ. സ്വാതി എടുത്തി എന്താ എന്നെ ഈ രാത്രി അർത്ഥവും വ്യാകരണവും പഠിപ്പിക്കാൻ വന്നാണോ? അതെടി, ഏട്ടത്തിയമ്മയുടെ അർത്ഥവും വ്യാകരണവും നിനക്കറിയില്ലെങ്കിൽ നിന്നെ അത് പഠിപ്പിക്കും ഞാൻ. അതേത് പാതിരാത്രി ആയാലും. ആ ട്യൂഷൻ പഠിപ്പിക്കലിന്റെ ആരംഭം കുറച്ചു മുമ്പ് ഞാൻ നിന്റെ കരണത്ത് തന്നത്. ഇനിയും ഞാൻ നിന്നെ വിശദമായിട്ട് പഠിപ്പിക്കാം. എന്താ, തുടങ്ങട്ടെ? എടി, ഒരു വീട്ടിലേക്ക് ആദ്യം നിലവിളക്ക് പിടിച്ച് കയറി വരുന്ന പെണ്ണ മൂത്ത ഏട്ടന്റെ ഭാര്യ, ഏട്ടത്തി. കുടുംബത്തിലെ എല്ലാവരും ഏട്ടത്തിക്ക് നൽകുന്നത് വെറുമൊരു മരുമകളുടെ സ്ഥാനം മാത്രമല്ല, സ്വന്തം അമ്മയ്ക്ക് തുല്യമായ ബഹുമാനവും ആദരവും കൂടിയാ. അതുകൊണ്ടാടി അവളെ എല്ലാവരും ഏട്ടത്തി അമ്മാന്ന് വിളിക്കുന്നത്. ഈ വീട്ടിലെ ഏട്ടത്തിയമ്മയാ ഞാൻ. പ്രായത്തില് വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും സ്ഥാനം കൊണ്ട് ഞാൻ ഇവന്റെ ഏട്ടത്തിയമ്മയാ. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും കരുതലും എന്റെ മനസ്സിൽ ഇവനോടുണ്ട്. ഏട്ടത്തി അമ്മയൊന്ന് വീഴാൻ തുടങ്ങിയ അവര് വീണു പോകാതെ താങ്ങി പിടിക്കുവാനുള്ള കടമയുണ്ട് ഇവന്. നീയൊക്കെ എന്നെ വീഴ്ത്താൻ ശ്രമിച്ചപ്പോ അവൻ ആ കടമയാ ചെയ്തത്. ഉടനെ പോയി ഈ മുറിയിൽ നടന്നതെല്ലാം അവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. നാണുണ്ട് നിങ്ങക്ക്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. ഇനിയും ചോദിച്ചാ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അതുകൊണ്ടേ ഒരേക്കൊന്ന് കിടക്കടി. നാണമില്ലാത്ത സാധനം. ഏട്ടത്തിയമ്മ പോലും. ഏട്ടത്തിയമ്മ എന്നെ അടിച്ചതിന് അവർക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ എന്താ എന്റെ സ്ഥാനം? ഭാര്യയോ വേലക്കാരിയോ അതോ അടിമയോ? നേരം വെളുക്കട്ടെ, അതറിഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യം. ഏട്ടത്തെ അനിയനും കൂടി നാടകം കളിക്കുകയാണെന്ന് എനിക്കറിയാം. നന്ദിനി, കഴിക്ക്. നാണക്കേടൊന്നും വിചാരിക്കണ്ട. ഇവിടെ സംഭവിച്ചതൊന്നും ആരുടെയും മനസ്സിൽ വൈരാഗ്യമായിട്ട് തോന്നാതിരുന്നാൽ മാത്രം മതി. ഈ വീട്ടില് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും കഴിയേണ്ടവരാ നിങ്ങൾ. ഇനിയെങ്കിലും വഴക്കിട്ടൂന്ന് കരുതി പട്ടിണി കിടക്കാൻ ശ്രമിക്കരുത്. ഒരു ഉപദേശം. ഈ കുടുംബം എന്ന് പറയുന്നത് സ്നേഹവും പരിഭവവും ഒക്കെ ചേർന്നതാ. നിങ്ങളെല്ലാവരും ഓരോരോ വ്യക്തികളാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായവും ഉണ്ട്. കലഹിക്കാം,
വഴക്കും കൂടാം. പക്ഷേ എത്ര തല്ലുകൂടിയാലും അതൊന്നും ഈ ഊണുമേശയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എല്ലാ വഴക്കുകളും ഇവിടെ അവസാനിക്കണം. മനസ്സിലായോ രണ്ടുപേർക്കും? നിങ്ങൾക്കെല്ലാവർക്കും ഈ വീട്ടിലുള്ളത് ഒരേ അധികാരവും അവകാശവും തന്നെയാണ്. പക്ഷേ പരസ്പരം സ്നേഹമില്ലെങ്കിൽ ഇതൊന്നും ആർക്കും ഉണ്ടാവില്ല. ഒരു പുഷ്പാർച്ചന. നീൽ മഹേഷ്, തിരുവോണ നക്ഷത്രം. സ്വാതി, രാധിക, നീ എപ്പോ നാട്ടിലെത്തി? 2 ദിവസമായി. നിന്റെ നീലിന്റെ വാർത്തകളൊക്കെ അങ്ങ് ദുബായിലിരുന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. കുറച്ചു നാളായിട്ട് നീ എന്നെ വിളിക്കാറ് കൂടിയില്ല. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പോലെ അല്ല ഗൾഫ്. 2 പേർക്കും ജോലി ഉണ്ടായാൽ തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടാ. അതുപോട്ടെ, നീലിന്റെ ആക്സിഡന്റിന്റെ കാര്യം എന്തായി? ഇപ്പൊ റിക്കവർ ആയോ? ഒരു കുഴപ്പമില്ല. വയ്യായ്മകളൊക്കെ മാറി പൂർണ്ണ ആരോഗ്യവാനായി. ഭാവിയെക്കുറിച്ച് ചില നല്ല തീരുമാനങ്ങൾ എടുത്ത് വ്യക്തമായൊരു പ്ലാനുമായി പുതിയൊരു നീൽ മഹേഷായി സിനിമയിൽ ശക്തമായി തിരിച്ചു വരാൻ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാതി, മാറ്. സ്വാതി, വിടാൻ. സ്വാതി, വിടാനല്ലേ പറഞ്ഞത്? സ്വാതി, 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 എന്താ ഇതൊക്കെ? ആരാ അവര്? അറിയില്ല. അവരെന്തിനാ നിന്നെ ആക്രമിച്ചത്? എനിക്കറിയില്ല. സ്വാതി, നീ പേടിച്ചോ? പിന്നെ പേടിക്കാതിരിക്കൂ. അപ്രതീക്ഷിതമായിട്ട്, അതും ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? അവന്മാര് രക്ഷപ്പെട്ടു കളഞ്ഞു. ആരാ സാറേ അവന്മാര്? പിടിച്ചോറിക്കാരുമായിരിക്കും. എന്തായാലും പോലീസിൽ അറിയിക്കണം സാറേ. പോകുന്ന വഴിക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാം. ശരി, താങ്ക്സ് ഏട്ടാ. സ്വാതി, നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ഏയ്, ഞങ്ങളുടെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ രാധിക പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല. ശരി സ്വാതി, പോട്ടേടി, സൂക്ഷിക്കണം. ശരി, നിങ്ങൾ പൊയ്ക്കോ. എന്നാലും അവന്മാരാരായിരിക്കും?